അടുത്ത മകലയുമായി ഞങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. നമുക്കറിയാം, ലോക ചരിത്രത്തിൽ നോക്കുമ്പോൾ ഓരോ സമയങ്ങളിലും അനർത്ഥ സംഭവങ്ങളും യുദ്ധങ്ങളും ഭൂകമ്പങ്ങളും പകർച്ചവ്യാധികളും ഇങ്ങനെ ഒന്നൊന്നായി ലോകവ്യാപകമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ തന്നെ വ്യക്തിപരമായും കുടുംബമായും കഷ്ടങ്ങളും നഷ്ടങ്ങളും ശൂന്യതകളും ദേശത്തെങ്ങും വന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് നമ്മൾ പ്രസാദം തോന്നി നമ്മുടെ മേൽ അനുഗ്രഹങ്ങളും നന്മകളും വർഷിക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് വേണ്ടി ഒരു വഴി തുറന്നു. ആ വഴി തുറന്നതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അതായത് യേശുക്രിസ്തുവിലൂടെ ആ ദൈവത്തിന്റെ പ്രസാദത്തിലേക്ക്, ദൈവത്തിന്റെ നന്മകളിലേക്ക് നമുക്ക് വഴി തുറന്നു തരികയാണ്. അതിനാധാരമായി ഒരു വചനം പറയുകയാണ്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഞങ്ങൾ പ്രസംഗിക്കുന്ന ദൈവം ലോകത്തെ സ്നേഹിക്കുന്ന, നമ്മളെ എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്. നമ്മളിന്ന് ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നിലയിലും അഭിവൃദ്ധി പ്രാപിച്ചു വരുന്ന ഒരു ലോകത്തെയാണ് കാണുന്നത്. സാമ്പത്തികമായി ഉയരുന്നു, ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ഉയരുന്നു. പക്ഷെ മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് ശൂന്യമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നുണ്ട്, സ്നേഹമെന്ന് പറയുന്നു. നമ്മളിന്ന് മാനസിക രോഗാശുപത്രിയിലേക്ക് കയറി ചെന്ന് അവരുടെ കാര്യങ്ങൾ യഥാർത്ഥമായിട്ട് അവിടുത്തെ രോഗികളെ കണ്ട് അന്വേഷിക്കുകയാണെങ്കിൽ അതിലൊരു നല്ല ഭാഗത്തിന്റെയും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? മറ്റൊരു പ്രശ്നമല്ല, സ്നേഹം കിട്ടണത്തുനിന്ന് കിട്ടാത്തത് കൊണ്ടുണ്ടാകുന്ന മാനസിക പ്രശ്നമാണ്. അവരെ മാനസിക രോഗികളാക്കി, ഭ്രാന്തരാക്കി, ചിലർ ആത്മഹത്യ പോലും ചെയ്യുവാൻ തക്കവണ്ണം പ്രേരിപ്പിച്ചത് സ്നേഹവും കരുതലും കിട്ടേണ്ട സ്ഥാനത്ത് നിന്ന് കിട്ടാത്തത് കൊണ്ടാണെങ്കിൽ സ്നേഹിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ആ ദൈവത്തിന്റെ സ്നേഹം എത്തിച്ചേരുന്നതാണ് ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യാശ പകരുന്ന, സമാധാനം പകരുന്ന ഒരു വിഷയം. ആ സ്നേഹം വെറുതെ വൈകാരികമായ ഒരു സ്നേഹം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ സങ്കടങ്ങളെയും കഷ്ടങ്ങളെയും പരിശോധിച്ച് അതിന് പരിഹാരം തരുന്ന ഒരു സ്നേഹമാണ് ഈ ദൈവത്തിന്റെ സ്നേഹം. ആ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ മേൽ വന്നത് എങ്ങനെയാണ്? തന്റെ പുത്രനായ യേശുവിനെ നമ്മുടെ പാപത്തിന്റെ ശിക്ഷയ്ക്കായി ലോകത്തിലേക്ക് അയച്ചിട്ട് അവനെ സ്വീകരിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാനും ദൈവിക അനുഗ്രഹങ്ങളും നന്മകളും പ്രാപിക്കുവാനുള്ള അവസരം നമ്മുടെ മുമ്പിൽ തന്നിരിക്കുകയാണ്. പാപത്തിന്റെ പരിണിത ഫലമായി മനുഷ്യന്റെ ജീവിതത്തിൽ എന്തെല്ലാം താഴ്ചകൾ ഉണ്ടായോ ആ താഴ്ചകളെല്ലാം തന്റെ ശരീരത്തിന്മേൽ യേശു ഏറ്റുവാങ്ങി. പാപത്തിന്റെ ഫലമായി മനുഷ്യനുണ്ടായ ഒരുപാട് താഴ്ചകളുണ്ട്. അതിലൊന്ന് മനുഷ്യൻ ശപിക്കപ്പെട്ടു എന്നുള്ളതാണ്. ശാപത്തിന്റെ ഫലമായാണ് ഒന്നിനു പുറകെ നമ്മുടെ ഭവനങ്ങൾ ശൂന്യമായി പോകുവാനിടയായി തീർന്നത്. ഒന്നിനു പുറകെ ആപത്തുകൾ നമ്മളെ പിൻപറ്റുമ്പോൾ, ഒന്നിനു പുറകെ നമ്മുടെ അധ്വാനങ്ങൾ വിഫലമാകുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു ശാപമുണ്ടെങ്കിൽ ആ ശാപം എന്റെ കർത്താവായ യേശുക്രിസ്തു തന്റെ ക്രൂശിന്മേൽ വഹിച്ചുകൊണ്ട് ശാപഗ്രസ്തമായ അനുഭവത്തിൽ നമ്മളെ വിടുവിച്ച് നമ്മുടെ ശൂന്യമായി പോയിരിക്കുന്ന നന്മകളെ നമ്മുടെ ഭവനത്തിൽ നൽകുവാൻ, നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകളെ മാറ്റി നമുക്ക് സമാധാനം തരുവാൻ ദൈവത്തിന് പ്രസാദമായി. യേശു തന്റെ ശരീരത്തിന്മേൽ ഈ ശാപക്രൂശ് വഹിച്ചുകൊണ്ട് ആ ശാപക്രൂശിലൂടെ നമ്മളെ ശാപഗ്രസ്തമായ അവസ്ഥയിൽ നിന്ന് നമ്മളെ വിടുവിച്ച് യഥാർത്ഥമായ നന്മയിലേക്കും സമാധാനത്തിലേക്കും കൊണ്ടുവരുവാൻ ദൈവത്തിന് പ്രസാദമായി. പാപത്തിന്റെ ഫലമായി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മനുഷ്യൻ തിരസ്കരിക്കപ്പെടുക, തള്ളപ്പെടുകയാണ്. തള്ളപ്പെടുക, ഭാര്യ ഭർത്താവിനെ തള്ളുന്നു, ഭർത്താവ് ഭാര്യയെ തള്ളുന്നു, മാതാപിതാക്കൾ മക്കളെ ഉപേക്ഷിക്കുന്നു, മക്കൾ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്നു. പരസ്പരം കരുതേണ്ടവർ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുകയാണ്. ഞാൻ ചില നാളുകൾക്ക് മുമ്പ് ഗാന്ധി ഭവനിൽ ഒരു മാതാവിനെ കാണാൻ പോയപ്പോൾ ആ മാതാവ് പറയുന്നു, അച്ചായൻ വരും, അച്ചായൻ വരും. എനിക്ക് ആദ്യം മനസ്സിലായില്ല ഈ അച്ചായൻ വരും എന്ന് പറഞ്ഞാൽ എന്താണ്. ഈ സഹോദരി മാനസിക രോഗിയായി തീർന്നു. ഏതാണ്ട് 10-30 വർഷങ്ങൾക്ക് മുമ്പ് ആ മാതാവിനെ തന്റെ ഭർത്താവ് ഉപേക്ഷിച്ചതാണ്. ഉപേക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ പലതരമായി ശാരീരികമായി മാനസികമായിട്ട് പീഡിപ്പിച്ചു. അങ്ങനെ അവരെ ഉപേക്ഷിച്ചു. അവരെ മാനസിക രോഗാശുപത്രിയാണ് ഇപ്പോൾ. എന്നാൽ ഇപ്പോഴും ആ സ്ത്രീയുടെ മനസ്സിൽ അച്ചായനെ കുറിച്ചുള്ള ആ സ്നേഹമുണ്ട്. അച്ചായൻ തന്നെ ഉപേക്ഷിച്ച കാര്യം താൻ ഇപ്പോൾ ഓർക്കുന്നില്ല. താൻ പറയാണ് അച്ചായൻ വരും, അച്ചായൻ വരും, പക്ഷെ അച്ചായൻ ഒരിക്കലും വരികയില്ല. അങ്ങനെ അനേകം പേർ ഉപേക്ഷിക്കപ്പെട്ടവരായി നമ്മൾ ചുറ്റുപാടും കാണുമ്പോൾ തള്ളപ്പെട്ടവരെ ചേർത്തുകൊണ്ട് ഒരു നാൾ ഉപേക്ഷിക്കാത്ത ഒരു നിത്യമായ വാഗ്ദത്തം, അത് യേശു കർത്താവിൽ വിശ്വസിക്കുന്നവരെ ഇന്ന് പകൽ എന്നെ
കേൾക്കുന്നവരാരെങ്കിലും ഞങ്ങൾ പ്രിയപ്പെട്ടവരാൽ തള്ളപ്പെട്ടവരാണ്, അത് മാതാപിതാക്കളാൽ തള്ളപ്പെട്ടു, അത് പ്രിയപ്പെട്ടവരാൽ തള്ളപ്പെട്ടു, ഭർത്താവിനാൽ തള്ളപ്പെട്ടു, അല്ലെങ്കിൽ കൂട്ടുകാരാൽ പ്രാപ്തിയുള്ള ബന്ധുക്കൾ ആവശ്യങ്ങളുടെ മുഖത്ത് നിന്ന് മാറി തള്ളിക്കളഞ്ഞുവെങ്കിൽ, അങ്ങനെ തള്ളിക്കളയപ്പെട്ടവരെ ചേർത്ത് സ്വീകരിച്ച് പ്രിയമക്കളായി ചേർത്തുകൊണ്ട് ദൈവത്തിന്റെ നന്മകളും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നൽകുവാൻ ദൈവത്തിന് പ്രസാദമായിരിക്കുകയാണ്. മറ്റൊരു കാര്യം നമ്മൾ കാണുന്നത്, ഏറ്റവും അധികമായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് അപമാനിക്കപ്പെടുക എന്നാണ്. അപമാന ഭാരത്താൽ അത് ലജ്ജിച്ചുകൊണ്ട് പുറത്തിറങ്ങുവാൻ കഴിയാതെ വണ്ണം ലജ്ജിച്ച് ജീവിക്കുന്നവരായ അനേകം പേരെ നമ്മൾ കാണുന്നുണ്ട്. അതിനുവേണ്ടി ഈ യേശു അപമാനം സഹിച്ചു. അപമാനിതരായവരെ രക്ഷിച്ച് അപമാനത്തിൽ നിന്നും മാറി നമ്മളെ മാനിക്കുവാൻ ഇത് കർത്താവിന് അതിലൂടെ പ്രസാദമായി. യേശു കർത്താവിന്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ച് അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരെ അവരുടെ അപമാന ഭാരത്തിൽ നിന്നും വിടുവിച്ച് മാനിക്കുവാനും ബഹുമാനിക്കുവാനുമുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളോട് പ്രസംഗിക്കുന്നത്. യേശു കർത്താവിന്റെ നാമത്തിൽ നിങ്ങളുടെ അപമാനങ്ങളെ മാറട്ടെ. അപമാനിക്കപ്പെടുന്ന അവസ്ഥയിൽ നിന്നും ശൂന്യമാക്കപ്പെടുന്ന അവസ്ഥയിൽ നിന്നും മാറി യഥാർത്ഥമായ നന്മയുടെ ഉറവിലേക്ക് ഞങ്ങൾ നിങ്ങളെ ഹാർദവമായിട്ട് ക്ഷണിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പാപത്തിന്റെ പരിണത ഫലമായുള്ള കാര്യം, അത് കുറ്റബോധമാണ്. മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാനസികമായി തകർക്കുന്ന ഒന്ന് അവന്റെ കുറ്റബോധമാണ്. അനേകം പേർ കുറ്റബോധം കൊണ്ട് നിവർന്നു നടക്കുവാൻ കഴിയാത്തവരായിട്ടുണ്ട്. കുറ്റബോധം കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നവരായിട്ട് അനേകരെ നാം കാണുവാൻ കഴിയുന്നുണ്ട്. അത് ഭാര്യയെ കൊലപ്പെടുത്തിയിട്ട് ഭർത്താവ് പോയി ആത്മഹത്യ ചെയ്യുന്നു. മക്കളെയും ഭാര്യയും കൂടെ കൊലപ്പെടുത്തിയിട്ട് പോയി ഭർത്താവ് ആത്മഹത്യ ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? ആ കുറ്റബോധം താങ്ങുവാനായിട്ട് കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു കർത്താവ് അവൻ പാപമില്ലാത്തവനായി, അത് ബേത്ലഹേം മുതൽ കാൽവറി വരെ ഒരു കുറ്റവും ചെയ്യാത്തവനായി നിഷ്കളങ്കനായി ജീവിച്ചിട്ട് സർവ്വലോകത്തിന്റെയും പാപത്തിന്റെ കുറ്റം തന്റെ ശരീരത്തിന്മേൽ ഏറ്റുവാങ്ങിയിട്ട് കുറ്റക്കാരായിരിക്കുന്ന നമ്മളെ കുറ്റവിമുക്തരായി രക്ഷിക്കുവാൻ അത് ദൈവത്തിന് പ്രസാദമായി. 2005 കണ്ട ഒരു വാർത്ത ഓർക്കുകയാണ്. ഒരു പത്രത്തിൽ കണ്ട വാർത്തയാണ്. ഈ ബോംബെക്കാരിയായ കുൽദീപ് രന്ധവ എന്ന ഒരു സിനിമാ നടി താൻ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് തലേദിവസം അവരൊരു ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ചിരുന്നു. ആ ആത്മഹത്യാ കുറിപ്പിൽ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? ഞാൻ എന്റെ പാപത്തിന്റെ കടം വീട്ടുകയാണ് എന്നാണ് പറഞ്ഞത്. ആരും എന്റെ ആത്മഹത്യക്ക് ആരും ഉത്തരവാദിയല്ല. എന്റെ പാപത്തിന്റെ കടം ഞാൻ വീട്ടുകയാണെന്നാണ് പ്രിയ സഹോദരി എഴുതിയിരുന്നത്. പ്രിയമുള്ളവരെ, നമുക്കറിയാം സാമ്പത്തിക കടം ഒരു വലിയ ഭാരമാണ്. അതിനേക്കാൾ വലിയ ഭാരമാണ് ഈ പാപത്തിന്റെ കടം. അത് കാരണം നമ്മുടെ ആത്മാവിന്റെ മേൽ അതേ പാപത്തിന്റെ ഭാരം അത് കഠിനമാകുമ്പോൾ നമ്മൾ വളരെ നിരാശപ്പെടുന്നു. മുന്നോട്ട് ജീവിക്കുവാൻ കഴിയാതെ വരുമ്പോൾ എങ്ങനെ ജീവിക്കണമെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ പലരും ലഹരിക്ക് അടിമകളായി തീരുന്നു. പലതരത്തിലുള്ള അക്രമങ്ങളിലേക്ക് പോകുവാനിടയായിത്തീരുന്നു. ചിലർ ഈ പറഞ്ഞ സഹോദരിയെ പോലെ ആത്മഹത്യ ചെയ്യുവാൻ ഇടയായിത്തീരുന്നു. നമുക്കറിയാം, ഒരു സിനിമാ നടിയാണ്. അവർക്ക് അനേകം ആരാധകരുണ്ട്, അനേകം പേര് സപ്പോർട്ട് ചെയ്യാനുണ്ട്, ആവശ്യമായിരിക്കുന്ന സാമ്പത്തികമുണ്ട്, പ്രസിദ്ധിയുണ്ട്. പക്ഷേ ഇതൊന്നും തന്റെ പേരുള്ള പാപത്തിന്റെ കുറ്റം മോചിക്കുവാൻ മതിയായില്ല. പാപത്തിന്റെ കുറ്റം മോചിക്കുവാൻ ഒരിടത്തും കഴിയയില്ല. പാപത്തിന് പരിഹാരമായി കുറ്റം വഹിച്ച യേശു കർത്താവിൽ മാത്രമാണ് പാപത്തിന്റെ കുറ്റം അത് മോചിക്കപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാണ്, മനുഷ്യരെല്ലാവരും പാപം ചെയ്തവരാണ്. പാപം ചെയ്യാത്ത ആരുമില്ല. ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ കാണുന്നു, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീരുന്നു. പാപം ചെയ്തതിന്റെ പരിണിത ഫലമായി ഉണ്ടായ കുറ്റബോധത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കുവാൻ യേശു സകല ലോകത്തിന്റെയും പാപം ഏറ്റെടുത്തുകൊണ്ട് നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി ക്രൂശിൽ മരിച്ചു. അവന്റെ നാമത്തിലുള്ള വിശ്വാസത്താൽ നമുക്ക് പാപമോചനം ലഭിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ വെച്ച് നമുക്ക് എന്തെല്ലാം ഭാഗ്യമുണ്ടെങ്കിലും നമ്മളൊരു പാപിയായി ജീവിച്ചാൽ നമ്മുടെ അതേ ഭാവി നിത്യ നരകത്തിലായിരിക്കും. അതുകൊണ്ട് ഏതെല്ലാം ഭാഗ്യം ലഭിച്ചാലും അതിനേക്കാളെല്ലാം പ്രധാനപ്പെട്ട വിഷയം പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുക എന്നുള്ളതാണ്. അതിനുള്ള ഏക വഴി യേശു കർത്താവിന്റെ ക്രൂശിലെ മരണത്തിൽ വിശ്വസിക്കുകയാണ്. അവനല്ലാതെ പാപത്തിന്റെ കുറ്റം വഹിച്ച, പാപത്തിന് വേണ്ടി സമ്പൂർണമായി പ്രായശ്ചിത്തം ചെയ്ത
വേറെ ഒരു രക്ഷിതാവുമില്ല. അവന്റെ നാമത്തിൽ അവൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടുകയും നമ്മൾ സ്വതന്ത്രരാക്കപ്പെടുകയും നമുക്ക് ദൈവം മക്കളായി തീരുകയും ചെയ്യുവാനുള്ള പദവിയുണ്ട്. നമുക്ക് നഷ്ടപ്പെട്ട അനുഗ്രഹങ്ങൾ നമുക്ക് തിരിച്ചു ലഭിക്കുവാൻ, നമ്മളായിരിക്കുന്നതായ ശൂന്യത മാറി നന്മയുടെ നിറവിലേക്ക് നമ്മൾ നടത്തപ്പെടുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് ആ സ്ഥലത്തിൻ്റെതായ പ്രത്യേകത ഒന്നുമില്ല. നിങ്ങളായിരിക്കുന്ന ഭവനത്തിനകത്ത് ഇപ്രകാരം വിളിച്ചപേക്ഷിക്കുക. നിങ്ങളെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകും.